ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ പാർട്ട് 8 നമുക്ക് നോക്കാം. ഈ ഒരു വേർഡ് പ്രോബ്ലംസിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞാൽ ഇനി ഞാൻ അടുത്ത പാർട്ടിൽ നമ്മളെ ഹോമോജനസിലേക്കായിരിക്കും ഇനി കടക്കാൻ പോകുന്നത്. അതിൻ്റെ മുമ്പ് അവസാനത്തെ ഒരു ക്വസ്റ്റിന് ഇതെന്താ ബാക്ടീരിയ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റിനാണ്. പിന്നെ കൾച്ചർ കൾച്ചർ എന്നെല്ലാം പറയുമ്പോൾ നമ്മളെ കലാപരമായിട്ടല്ല ഉദ്ദേശിച്ചത്, ബയോളജിക്കാർക്ക് മനസ്സിലായേണ്ടത് എന്താ കൾച്ചർ എന്നുള്ളത്. ദ ബാക്ടീരിയ കൗണ്ട് ഈസ് എത്ര വന്നിട്ടുണ്ട് ഇത്ര. ദ നമ്പർ ഈസ് ഇൻക്രീസസ് 10% ഇൻ 2 hours. അപ്പോൾ ഈ ബാക്ടീരിയൻ്റെ പ്രത്യേകത എന്താ, അത് ടൈം കൂടുന്നതോറും അതിങ്ങനെ മൾട്ടിപ്ലൈ ആവും. ഇപ്പോൾ 1 എന്നുള്ളത് 2 ആയിട്ട് മാറും, 2 എന്നുള്ളത് 4 ആയിട്ട് മാറും. അങ്ങനെ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. അതാണല്ലോ ബാക്ടീരിയൻ്റെ പ്രത്യേകത. അപ്പോൾ 2 മണിക്കൂറിൽ കൂടുന്നതോറും 10% ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ നമ്പർ കൂടി വരും. ഇൻ ഹൗ മെനി അവേഴ്സ് വിൽ ദ കൗണ്ട് റീച്ച് ഈ ഇത്ര നമ്പർ. അപ്പോൾ ഒരു കണ്ടീഷൻ ആണ്, ഇഫ് ദ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ ഇസ് പ്രൊപ്പോർഷണൽ നമ്പർ പ്രസൻറ്റ്. ഓക്കെ, assume y be the count of bacteria at the end of t hours, then dy by dt is directly proportional. അപ്പോൾ ഒരു പ്രൊപ്പോർഷനാലിറ്റി ആണ്. dy by dt is directly proportional to y. dy by dt അപ്പോൾ പ്രൊപ്പോർഷനാലിറ്റി ആകുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് k ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ky. ഇൻറ്റഗ്രേറ്റ് ദിസ് റിലേഷൻ ഫർദർ ടു ഗെറ്റ് ദ ആൻസർ. അപ്പോൾ ഈ dy by dt is equal to ky where k is the constant of proportionality. ഇനി എന്ത് ചെയ്യുക, ഈ ഡി ടി ഇപ്പുറത്തോട്ട് ഈ y താഴെ വരട്ടെ. അപ്പോൾ dy by y is equal to k dt. ഇനി രണ്ട് സൈഡിൽ ഇൻറ്റഗ്രൽ എടുക്കുമ്പോൾ dy by y എന്ന് പറയുമ്പോൾ log y, ഈ കെ എന്തായാലും കോൺസ്റ്റൻ്റ് അതിൻ്റെ പുറത്ത് ഡി ടിൻ്റെ ഇൻ്റഗ്രൽ എടുപ്പോയി ഡി ടിൻ്റെ ഇൻ്റഗ്രൽ ടി. അപ്പോൾ ലോഗ് വൈ ഇസിക്കൽ കെ ടി പ്ലസ് സി. ഇനി എനിക്ക് തോന്നി നമുക്ക് സീൻ്റെ വാല്യൂ വേണമെന്നോ അല്ലേ. അപ്പോൾ സീൻ്റെ വാല്യൂ ഇത് എങ്ങനെ കിട്ടുക, വെൻ ടി ഇസിക്കൽ 0 ടൈം ഈക്വൽ ടു 0 വൈ എത്ര വന്നിട്ടുണ്ട്, നമ്മൾ ഇനീഷ്യലി കണ്ടീഷനിൽ ഇത്ര ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ ദെൻ ലോഗ് ഈ പറഞ്ഞ ഈ വാല്യൂ ഇത് എത്ര ചെയ്ത് 1 10 100 1000 10,000 ലാക്ക്. അപ്പോൾ ലോഗ് 1 lakh ഇസിക്കൽ ടു സി. അതെന്തുകൊണ്ടാണ്, കാരണം ഇപ്പോൾ കെ ടി പ്ലസ് സി അല്ല. അപ്പോൾ ഈ ടി 0 ആകുമ്പോൾ ഈ സാധനം മൊത്തം ഭൂമി അടിച്ചു പോയി. പിന്നെ എന്തുണ്ട് ഇവിടെ ലോഗ് 1 lakh ഉണ്ട്. അപ്പോൾ ഈ ലോഗ് 1 lakh ഇസിക്കൽ ടു സി എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ലോഗ് 1 lakh ഈക്വൽ ടു സി. ഇനി ടി 2 ഇതാകുന്ന സമയത്ത് 2 hours ആയിരുന്നു. ടി 2 hours എന്ന് പറയുന്നില്ല, ടി 2 hours ആകുന്ന സമയത്ത് 10%, അതായത് ഈ പറയുന്ന 1 lakhന് 10%. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക, 10% ഓഫ് 1 lakh എന്ന് പറയുമ്പോൾ എത്രയാണ്, 1 lakh ഈക്വൽ ടു, അതായത് 10/100 ഇൻറ്റു 1 lakh. ഇന്ന് സീറോസ് കറക്റ്റ് അല്ല, 1 10 100 1000 10,000 ലാക്ക്. അപ്പോൾ 2 zeros കട്ട് ചെയ്യുക. പിന്നെന്താ ഈ പറഞ്ഞ 10 ഇൻറ്റു ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എന്ത് കിട്ടും, അല്ല അങ്ങനെയല്ല തോന്നല്ല. എന്തായാലും ഇതിൻ്റെ 10% എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, 1 10 100 1000 10,000 ലാക്ക്. അപ്പോൾ 1 lakh 10,000 എന്ന് പറഞ്ഞിട്ട് കിട്ടും വാല്യൂ ഇതിൻ്റെ 10% എടുക്കുന്ന സമയത്ത്. അപ്പോൾ ലോഗ് ഈ പറഞ്ഞ 1 lakh 10,000 is equal to 2k. കാരണം എന്താ കാരണം ഇവിടെ ടീന് 2 ഇട്ടല്ലോ. അപ്പോൾ 2k പ്ലസ് സി. ഓൺ സബ്ട്രാക്ടിങ് ഇക്വേഷൻ 2 ഫ്രം ഇക്വേഷൻ 3. അതായത് ഇത് ഇക്വേഷൻ 2, ഇത് ഇക്വേഷൻ 3. അതായത് ഈ പറഞ്ഞ വാല്യൂന്ന് ഈ പറഞ്ഞ ഈ പറയുന്ന ഇക്വേഷൻ കുറക്കുക. അപ്പോൾ ലോഗ് 1 lakh 1000 മൈനസ് ലോഗ് 1 lakh ഇസ് ഈക്വൽ ടു ആ സിയും സി എന്തായാലും രണ്ടും ക്യാൻസൽ ആയി പോയി 2k ഈക്വൽ ടു 2k വന്ന്. അപ്പോൾ നമുക്കറിയാം ലോഗ് എ മൈനസ് ലോഗ് ബി ലോഗ് ഓഫ് എ ബൈ ബി. അപ്പോൾ ഇത് വന്നു. അപ്പോൾ ഇവിടെ കുറേ സീറോസ് എല്ലാം കട്ട് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇത് കട്ട് 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 ഇത് കട്ട്. അപ്പോൾ 11/10 വന്ന് ഈക്വൽ ടു 2k. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു ഈ 2ൻ്റെ താഴെ പറഞ്ഞേക്ക്. അപ്പോൾ 1/2 ലോഗ് 11/10. ഇനി നമുക്ക് എന്ത് കിട്ടി, കെൻ്റെ വാല്യൂ കിട്ടി, പിന്നെ സീൻ്റെ വാല്യൂയും കിട്ടി. ഇനി എന്ത് ചെയ്യാം, നമ്മൾ ഒറിജിനൽ ഒരു ഇക്വേഷൻ ഇല്ലേനോ, ഇതേനു ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമുക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ലോഗ് വൈ ഈസ് ഈക്വൽ ടു അങ്ങനെ തന്നെ അല്ല, ലോഗ് വൈ ഈസ് ഈക്വൽ ടു ഈ കെനെ പകരം, അതായത് ലോഗ് വൈ ഈസ് ഈക്വൽ ടു ഇവിടെ കെ അല്ലേ, കെൻ്റെ ടി ഉണ്ട്, പിന്നെ സി ഉണ്ട്. സീന് മറ്റേ നമ്മൾ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്, കെന് കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്. കെന് പകരം എന്താ 1/2 ലോഗ് 11/10 ഇൻറ്റു ടി പ്ലസ് ഈ സീന് പകരം ലോഗ് 1 lakh. അപ്പോൾ ഇനി നമ്മൾ വൈ ഈസ് ഈക്വൽ എന്ത് കണ്ടുപിടിക്കണം, നമ്മളെ ഈ പറയുന്ന ഇത് എത്ര 1 10 അപ്പോൾ 2 lakh ആണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ വെൻ വൈ ഈസ് ഈക്വൽ 2 lakh, അപ്പോൾ എന്ത് ചെയ്യുക, വൈക്ക് ഈ പറയുന്ന ഇക്വേഷനിൽ വൈന് ഇതിട്ട് കൊടുക്കുക. ഇതിലെന്താ കണ്ടുപിടിക്കണം, ഈ ടൈമല്ല കണ്ടുപിടിക്കണം. ബാക്കിയെല്ലാം അറിയാലോ, വൈ കിട്ടി. ഇതെല്ലാം എന്തായാലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആകെ ഇതെല്ലാം അൺനോൺ ആയില്ല, അപ്പോൾ ഇതെല്ലാം കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ വൈ ഇസിക്കൽ അപ്പോൾ ലോഗ് 2 lakh ഇസിക്കൽ 1/2 ലോഗ് 11/10. ഈ ഒരു ടൈം നമുക്കൊരു എക്സ് ആയിട്ട് എടുക്കുക, പ്ലസ് ലോഗ് ഈ പറഞ്ഞ 10 lakh. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഈ ഇവിടെ ലോഗ് 2 lakh ഉണ്ട്, ഈ ലോഗ് 1 lakh ഇപ്പുറത്ത് പോട്ടെ. അപ്പോൾ ലോഗ് 2 lakh മൈനസ് ലോഗ് 1 lakh. അപ്പോൾ എത്ര, ലോഗ് എ മൈനസ് ലോഗ് എ, അപ്പോൾ ലോഗ് ഓഫ് എ ബൈ ബി. അപ്പോൾ ഇവിടെ ഇത് 0 കട്ട് ഈ 0 കട്ട്. നല്ല രസമുണ്ട് ഈ സീറോസിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അതായത് എനിക്ക് മാത്സിൽ ആകെ ഇഷ്ടമുള്ളൊരു കാര്യം, ഇങ്ങനെ സീറോസ് ഇങ്ങനെ കട്ട് ചെയ്ത് പോവാം. ഈ 0 കട്ട് 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 ഈ 0 കട്ട്. അപ്പോൾ ഇവിടെ ലോഗ് 2 എന്ന് പറയുന്നത് ലാസ്റ്റ് ബാക്കി വന്ന് ഈക്വൽ ടു 1/2 ലോഗ് 11/10 ടി. അപ്പോൾ ഇവിടെ വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ തന്നിട്ടുണ്ടോ, ഇല്ല, വേറെ തന്നിട്ടില്ല.
അപ്പോൾ എന്താണ് ഈ 2 അപ്പുറത്തേക്ക് പറഞ്ഞത്. അപ്പോൾ 2 ഇൻറ്റു ലോഗ് 2, കാരണം ഇതെല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് ലോഗ് 2 ബാക്കിയില്ല. 2 ഇൻറ്റു ലോഗ് 2 ലോഗ് 11/10. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ടി സെക്കിൽ ടു ഈ ലോഗ് 11/10 മൾട്ടിപ്ലിക്കേഷനിൽ ഇതിൻ്റെ താഴെ ഡിനോമിനേറ്ററിൽ പറഞ്ഞേക്ക് ടി സെക്കിൽ ലോഗ് 2 അല്ല 2 ലോഗ് 2 ഡിവൈഡ് ബൈ ലോഗ് 11/10. അപ്പോൾ ഇതാ ഫൈനൽ ആൻസർ. ഇത് നിങ്ങൾ ഇനി സിംപ്ലിഫൈ നിൽക്കുന്നുണ്ട്. ഇത്ര വരെ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. 2 ലോഗ് 2 ഡിവൈഡ് ബൈ ലോഗ് 11/10 അവേഴ്സ്. അപ്പോൾ ഇതെന്തായാലും ചെയ്യുമ്പോൾ 2 ഇൻറ്റു ലോഗ് 2ൻ്റെ ഒരു വാല്യൂ ഉണ്ട്, ലോഗ് 11/10. ഇത് എന്താണ് ഇപ്പോൾ 11/10 അപ്രോക്സിമേറ്റ്ലി ഒരു 1 സംതിങ് വരും. അപ്പോൾ 1 സംതിങ് എന്തായാലും വരണം. അപ്പോൾ എന്താ, കാരണം ഇത് പക്ഷേങ്കിൽ നിങ്ങൾ ആലോചിച്ചെങ്കിൽ ഇപ്പോൾ ഇവിടെ 10/10 വന്നെങ്കിൽ ലോഗ് 1 വരും. അപ്പോൾ ലോഗ് 1 ഇസിക്കലി 0. അപ്പോൾ എന്താ ഈ കംപ്ലീറ്റ് ഡിനോമിനേറ്റർ 0, അപ്പോൾ ഇത് നോട്ട് ഡിഫൈൻഡ് ആയി. അപ്പോൾ നമുക്ക് ടൈം ഒരിക്കലും ഇൻഫിനിറ്റി ആവാൻ പറ്റുന്നില്ലല്ലോ. 1/0 അപ്രോക്സിമേറ്റ്ലി നമ്മൾ ഇൻഫിനിറ്റി ആയിട്ട് എടുക്കും, പക്ഷേ അങ്ങനെ ആവാൻ പറ്റില്ല. പക്ഷേ ഇതെന്താ ഇപ്പോൾ 11/10 ഉണ്ട്, 1 പോയിൻറ്റ് സംതിങ് ഉണ്ടാവും. 1 കൂടിയാൽ മതി. അതായത് ലോഗിൻ്റെ ഈ പറയുന്ന എക്സ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. എക്സ് ഒരിക്കലും 1ന് ഈക്വൽ ആവില്ല. 1ന് ഈക്വൽ ആയി കഴിഞ്ഞാൽ 1ന് ഈക്വൽ ആവില്ല എന്നല്ല, പക്ഷേ ഡിനോമിനേറ്ററിൽ വരുന്ന സമയത്ത് ഇത് 1ന് ഈക്വൽ ആവാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എന്താ, അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി 11/10 എന്തായാലും 1-നേക്കാൾ കുറച്ചൊരു ഇൻക്രീസ് ആയില്ല, ഒരു 1 പോയിൻറ്റ് സംതിങ് എന്തായാലും. അപ്പോൾ ഇതൊരു എന്തായാലും വാല്യൂ കിട്ടും. ഇത് രണ്ടും അപ്പോൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ടൈം ഇൻ അവേഴ്സ് കിട്ടും. ദിസ് വിൽ ബി ദ നമ്പർ ഓഫ് ബാക്ടീരിയ ഇൻക്രീസസ് ഫ്രം. അപ്പോൾ ഇത്ര ടൈമിൽ എന്താണ് 1 lakh ബാക്ടീരിയയിൽ നിന്ന് 2 lakh ബാക്ടീരിയ ആയിട്ട് മാറും. ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ.